من أصحاب رسول الله رجال عشرة خير الناس بعد الرسل كرام بررة صدقوا العهد مع الرحمن فجزاهم فرحا ومسرة بشراهم بالجنة سبقت يا للبشرى يا للبشرى. والثاني عمر الفاروق يخشاه الشيطان ويكره كان رقيق القلب قويا نزل الوحي يوافق فكرا فتح الأمصار بإيمان حكم فعدل وترك الأثر كان الإسلام غريبا حتى أعز الدين بعمر. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه وأتباعه وأهل بيته أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ആദരണീയരും ബഹുമാന്യരുമായ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, UAE ഫുജൈറ വാഫി അലുമിനി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന വാക്ക് മെഗാ ഓൺലൈൻ ക്വിസ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുസ്ലിം ലോകത്തിൻ്റെ രണ്ടാം ഖലീഫ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചാണ്. തൻ്റെ സ്വന്തം ഇസ്ലാമാശ്ലേഷണത്തിലൂടെ പരിശുദ്ധമായ ഇസ്ലാമിന് ശക്തിയും തൻ്റെ ഇസ്ലാമാശ്ലേഷണത്തിലൂടെ പരിശുദ്ധമായ ഇസ്ലാമിന് ശക്തിയും ദൃഢതയും നൽകുവാൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് സാധ്യമായിട്ടുണ്ട്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല സന്നിഗ്ധമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹായിയായി പല പ്രസക്തമായ തീരുമാനങ്ങളുടെയും കാരണക്കാരനായി ഇസ്ലാമിനെ മറ്റുള്ളവർക്കു മുമ്പിൽ പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അഭിപ്രായപ്പെട്ട സ്വഹാബികളിൽ മുൻനിരക്കാരനായി ഒട്ടനവധി മഹത്വങ്ങളും ശ്രേഷ്ഠതകളും തൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അബൂ ഹഫ്സ് എന്ന് ഓമനപ്പേരുണ്ടായിരുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജനിക്കുന്നത് ആനക്കലഹ സംഭവത്തിന് 13 വർഷങ്ങൾക്ക് ശേഷമാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചതിൻ്റെ 6ാമത്തെ വർഷം അഥവാ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ 27ാമത്തെ വയസ്സിലാണ് മഹാനുഭാവൻ ഇസ്ലാമിൻ്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വരുന്നത്. പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആണുങ്ങളുടെ കൂട്ടത്തിലെ 40ാമത്തെ വ്യക്തിയാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാലൊരു ഉമറിനെ കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമേ നാഥ എന്ന് ദുആ ചെയ്തപ്പോൾ അതിൽ ഒന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവും മറ്റൊന്ന് അബൂജഹൽ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അംർ ഇബ്നു ഹിഷാം എന്നവരെ കുറിച്ചുമായിരുന്നു. അതിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം ആശ്ലേഷിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് 539 ഹദീസുകളാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പല അഭിപ്രായങ്ങളും പരിശുദ്ധമായ ഇസ്ലാമിൽ വിശുദ്ധമായ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പ്രഖ്യാപിച്ചതായി കാണാൻ കഴിയും. 20ഓളം സ്ഥലങ്ങളിലാണ് വിശുദ്ധമായ ഖുർആൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അഭിപ്രായത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ആയത്തുകൾ ഇറങ്ങിയത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം ഭരണമേറ്റെടുത്ത ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷക്കാലവും 6 മാസവുമാണ് തൻ്റെ ഭരണം, തൻ്റെ ഖിലാഫത്ത് നടത്തിക്കൊണ്ടുപോയത്. പരിശുദ്ധമായ സുബ്ഹ് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ്
പരിശുദ്ധ മസ്ജിദ് നബവിയിൽ വെച്ചുകൊണ്ട് അബൂ ലുഅ്ലുഅ എന്ന മജൂസിയായ മനുഷ്യൻ്റെ ആക്രമണത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഖുറൈശി കുടുംബത്തിലെ ബനു അദി ഗോത്രത്തിലാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. തൻ്റെ പിതാക്കന്മാരായ ഖത്താബ്, നുഫൈൽ, അബ്ദുൽ ഉസ്സ, റിയാഹ്, അബ്ദുള്ള, ഖുർത്ത്, റിസാഹ്, അദിയ് ഇങ്ങനെയുള്ള പിതാമഹന്മാരിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കഅബ് എന്ന പിതാമഹനിലൂടെ വന്നു ചേരുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും പിതാമഹന്മാർ ചെന്നു ചേരുന്ന കണ്ണിയാണ് കഅബ് എന്നവർ. അബൂജഹലിൻ്റെ സഹോദരിയും ഹിഷാം എന്നവരുടെ മകളുമായ ഹൻതമ എന്നവരായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെയും അസത്യത്തിൻ്റെയും ഇടയിൽ വേർതിരിക്കുന്നവൻ എന്ന പേര്, ആ അർത്ഥം വരുന്ന ഫാറൂഖ് എന്ന പേര് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് സ്ഥാനപ്പേരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിരുന്നു. ഇതിനെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് എന്തിനു വേണ്ടിയാണ് എങ്ങനെയാണ് അങ്ങേക്ക് ഫാറൂഖ് എന്ന പേര് ലഭ്യമായത് എന്ന് ചോദിക്കുന്നുണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുകയാണ്, ഫഖാല അസ്ലമ ഹംസത്തു റളിയല്ലാഹു അൻഹു ഖബ്ലി ബിസലാസതി അയ്യാം. ഉമർ റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുകയാണ്, എന്നേക്കാൾ ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ 3 ദിവസങ്ങൾക്ക് മുമ്പേ ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അതിനുശേഷമാണ് എനിക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഭാഗ്യമുണ്ടായത്. അള്ളാഹുവിൻ്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി തൻ്റെ കയ്യിൽ പിടിച്ച വാളുമായി കടന്നു വരുമ്പോഴാണ് തൻ്റെ പെങ്ങൾ ഫാത്തിമ എന്നവരും തൻ്റെ പെങ്ങളുടെ ഭർത്താവ് സഈദ് എന്നവരും തങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന വർത്തമാനം അദ്ദേഹം അറിയുന്നത്. അതറിഞ്ഞുകൊണ്ട് വന്ന ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയത്തിലേക്കാണ് വിശുദ്ധമായ ഖുർആൻ ആഴ്ന്നിറങ്ങുന്നത്, ത്വഹ സൂറത്ത്. അങ്ങനെയാണ് മഹാനുഭാവൻ്റെ മനസ്സിൽ ഇസ്ലാമിലേക്കുള്ള ആകർഷണം ആദ്യമായി തോന്നുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് വരണമെന്ന ആഗ്രഹമുണ്ടായത്. ആ സമയത്ത് പെങ്ങളോട് ശുദ്ധമായ ഖുർആൻ തരാൻ ആഗ്രഹിക്കുകയും അത് ശുദ്ധിയോടുകൂടി മാത്രമേ സ്പർശിക്കാൻ പാടുള്ളൂ എന്ന് പെങ്ങൾ പറയുകയും കുളിച്ചു വൃത്തിയായി ശുദ്ധി വരുത്തി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അത് വാങ്ങുകയും അത് കിട്ടിയ മാത്രയിൽ മഹാനായ റസൂലുള്ളാഹി തങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. അവിടുന്ന് പറയുകയാണ്, ഖാലത്ത് ഉഖ്തി ഹുവ ഫീ ദാരിൽ അർഖം. റസൂലുള്ളാഹിനെ കുറിച്ച് ചോദിച്ചു, എവിടെയാണ് റസൂലുള്ളാഹി? അയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലത്ത് ഉഖ്തി, എൻ്റെ പെങ്ങൾ എന്നോട് പറഞ്ഞത്, ഹുവ ഫീ ദാരിൽ അർഖം ഇബ്നു അബിൽ അർഖം ഇൻദ സഫയുടെ അടുത്തുള്ള ദാറുൽ അർഖമിലാണ് റസൂലുള്ളാഹി തങ്ങളുള്ളത് എന്ന് പറയുകയാണ്. അങ്ങനെ ഞാൻ ദാറുൽ അർഖമിലേക്ക് കടന്നു വരികയാണ്. ആ സമയത്ത് ഹംസ ഫി അസ്ഹാബിഹി ജുലൂസുൻ ഫി ദാർ. ആ സമയത്ത് ഹംസ റളിയല്ലാഹു അൻഹു തൻ്റെ സുഹൃത്തുക്കളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള ദാറുൽ അർഖമിൽ ഇരിപ്പുണ്ട്. ഞാൻ ചെന്ന് വാതിൽ തട്ടുമ്പോൾ ആരാണ് എന്ന് അവിടുന്ന് റസൂലുള്ളാഹി ചോദിക്കുകയും അവിടുന്ന് അവർ പറഞ്ഞു കൊടുത്തു, വന്നത് ഉമറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തേക്ക് വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തേക്ക് വന്ന് എൻ്റെ കുപ്പായത്തിൻ്റെ കോളർ ഭാഗത്ത് പിടിച്ചിട്ട് ഒന്ന് കുലുക്കുകയാണ്. ആ സമയത്ത് ഞാൻ റസൂലുള്ളാഹിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഫകബ്ബറ അഹ്ലുദ്ദാർ തക്ബീറത്തൻ സമിഅഹാ അഹ്ലുൽ മസ്ജിദ്. ആ സമയത്ത് ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോൾ അത് കേട്ടുകൊണ്ട് ആ വീട്ടിൽ തടിച്ചുകൂടിയിരുന്ന മുഴുവൻ ആളുകളും തക്ബീർ മുഴക്കുകയാണ്. പള്ളിയുടെ ആ ഭാഗത്തുള്ള എല്ലാവരും അത് കേട്ടു. ആ സമയത്ത് ഞാൻ നബിതങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അലസ്നാ അലൽ ഹഖ്, നമ്മൾ സത്യത്തിൻ്റെ പാന്താവിലൂടെയല്ലേ നബിയെ കടന്നു പോകുന്നത്? ഇൻ മുത്ന വ ഇൻ ഹയ്യീന, നമുക്ക് ജീവിച്ചാലെന്താ മരിച്ചാലെന്താ, നമ്മളുള്ളത് ഹക്കിൻ്റെ മേലാണല്ലോ, നമുക്ക് പേടിക്കേണ്ടതില്ലല്ലോ എന്ന് അവിടുന്ന് ചോദിക്കുകയാണ്. ഖാല ബല, റസൂലുള്ളാഹി പറഞ്ഞു, അതേ ഉമർ,
വല്ലദീ നഫ്സി ബിയദി ഇന്നക്കും അലൽ ഹഖ് ഇൻ മുത്തും വ ഇൻ ഹയ്യീതും, നിങ്ങൾ മരിച്ചാലും ജീവിച്ചാലും ഒക്കെ നിങ്ങൾ സത്യത്തിൻ്റെ മാർഗത്തിലാണുള്ളത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നബിയെ ഫഫീമൽ ഇഖ്തിഫാ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചിരിക്കേണ്ട ആവശ്യം? എന്തിനാണ് ദാറുൽ അർഖമിൻ്റെ ഉള്ളിൽ മാത്രം ഒളിച്ചിരുന്നു കൊണ്ട് നമ്മൾ പ്രബോധനം നടത്തേണ്ട ആവശ്യം? വല്ലദീ ബഅസക ബിൽ ഹഖ് ലതഖ്റുജന്ന, നബിയെ അല്ലാഹുവാണ് സത്യം, അങ്ങ് പുറപ്പെടേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രേരിപ്പിക്കുകയാണ്. 2 സഫുകളാക്കി റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനെ മാറ്റുകയാണ്. ഒന്നിൽ ഹംസ റളിയല്ലാഹു അൻഹു മുൻനിരയിൽ നിന്നു, വഅന ഫിൽ ആഖിർ, ഞാൻ അഥവാ ഉമർ റളിയല്ലാഹു അൻഹു മറ്റേ സഫിൻ്റെയും മറ്റേ വരിയുടെയും മുൻഭാഗത്ത് നിന്നുകൊണ്ട് പൊടി പാറിച്ചുകൊണ്ട് മസ്ജിദിലേക്ക് കടന്നു വരികയാണ്, പള്ളിയിലേക്ക് വരികയാണ്. ഫനളർതു ഇലാ ഖുറൈശ് ഫഅസാബതുഹും കആബഹ ലം യുസിബുഹും മിസ്ലുഹാ, ഖുറൈശികളുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വലിയ സങ്കടവും വലിയ ദുഃഖവും അവരെ പിടിപെട്ടിട്ടുണ്ട്. ഇതുവരെയും അങ്ങനെ ഒരു പ്രയാസം അവർക്കുണ്ടായിട്ടില്ല. ഞാൻ മുസ്ലിമായി, ഹംസയും മുസ്ലിമായി എന്ന് കണ്ടപ്പോൾ ഖുറൈശികളായ ശത്രുക്കൾക്ക് ഇസ്ലാമിനോട് വലിയ പകയും വിദ്വേഷവും കൂടുകയാണ്. അവരുടെ ഉള്ളിൽ വലിയ വേദന തിങ്ങി നിറയുകയാണ്. ഇത് കണ്ടപ്പോഴാണ് ഫസമ്മാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാറൂഖ്, ഇത് കണ്ടപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് ഫാറൂഖ് എന്ന പേര് നിർദ്ദേശിച്ചത്, പേര് നൽകിയത്. ആ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആളുകളുടെ ഇടയിൽ നിന്നാൽ ആ ആളുകളുടെ ഇടയിൽ നിന്നുള്ള വേറിട്ട് നിൽക്കുന്ന, പ്രത്യേകമായി ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ദേഹപ്രകൃതമുള്ള വ്യക്തിയായിരുന്നു. ചുവപ്പ് മികച്ചു നിൽക്കുന്ന മങ്ങിയ വെളുപ്പ് നിറം, ഭംഗിയുള്ള കണ്ണുകളും കവിൾത്തടങ്ങളും ഉണ്ടായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്. ദൃഢതയുള്ള മാംസപേശികളുണ്ടായിരുന്നു. കഷണ്ടി ബാധിച്ച് നീണ്ട് തടിച്ച ശരീരമായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റേത്. ആളുകളുടെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഏതെങ്കിലും വാഹനപ്പുറത്താണോ സഞ്ചരിക്കുന്നത് എന്ന് കാണുന്നവർക്ക് തോന്നിപ്പോകും. അത്രയും ആകാര വടിവുണ്ടായിരുന്ന ശക്തനായ മനുഷ്യനായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ദേഷ്യം വരുമ്പോൾ തൻ്റെ മീശ പിരിക്കുന്ന ഒരു പ്രകൃതം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. താടിയും മുടിയും മൈലാഞ്ചി കൊണ്ട് ചായം കൊടുക്കുന്ന ഒരു പ്രകൃതവും ഒരു സ്വഭാവവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മക്കയിലെ ജബൽ ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിൻ്റെ താഴ്വാരത്താണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു താമസിച്ചിരുന്നത്. തൻ്റെ ചെറുപ്പകാലത്ത് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ പിതാവായ ഖത്താബ് എന്നവരുടെ ഒട്ടകങ്ങളെ മേയിച്ചുകൊണ്ട് തൻ്റെ ജീവിതം തുടങ്ങുകയാണ്. മക്കയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെ ലജ്നാൻ എന്ന വനത്തിൽ കാലികൾക്ക് വടികൊണ്ട് മരത്തിൻ്റെ ഇലകൾ അടിച്ച് താഴെ ഇട്ടുകൊടുത്ത് വിറക് ശേഖരിക്കുകയും ചെയ്യുമായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. തൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് പറയുന്നിടത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ അമ്മാവന്മാരായ മഖ്സൂം ഗോത്രക്കാർക്ക് വേണ്ടി ഞാൻ വെള്ളം കോരി കൊടുത്തിട്ടുണ്ട്. അവർ തരുന്ന ഒരു പിടി കാരക്കയായിരിക്കും എൻ്റെ പ്രതിഫലം, അല്ലെങ്കിൽ അല്പം മുന്തിരിയായിരിക്കും പ്രതിഫലമായി ഞാൻ സ്വീകരിച്ചിരുന്നത്. ജാഹിലിയ കാലഘട്ടത്തിൽ എഴുത്ത് അറിയാവുന്ന ആളുകൾ വളരെ വിരളമായിരുന്നു. എന്നാൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് നന്നായി എഴുതാൻ കഴിയുന്ന വ്യക്തിയായിരുന്നു. തൻ്റെ പക്കൽ അത്യാവശ്യം സമ്പത്തുണ്ടായിട്ട് പോലും അതുകൊണ്ട് സുഖലോലുപതയിലേക്ക് കടന്നു പോവുകയോ സമ്പത്തിൻ്റെ പേരിൽ അഹങ്കരിക്കുകയോ ഒരിക്കലും തന്നെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടില്ല. ചെറുപ്പം മുതൽ തന്നെ കാലികളെ മേയ്ക്കുവാനുള്ള തൻ്റെ ജോലി മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഒരുപാട് ധീരതയും ഒരുപാട് കരുത്തും നേടിക്കൊടുത്തു. അതുകൊണ്ട് തന്നെയാണ് ഗുസ്തിയിലും കുതിരസവാരിയിലുമൊക്കെ മറ്റു കായിക അഭ്യാസങ്ങളിലുമൊക്കെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രാവീണ്യം നേടിയിരുന്നത്. മഹാനുഭാവൻ കവിതയിൽ നല്ല പ്രാവീണ്യമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉക്കാള്, മിജന്ന, ദുൽമജാസ് തുടങ്ങിയ ആ കാലഘട്ടത്തിലെ വാർഷിക ചന്തകൾ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ
ആ ചന്തകളിൽ ഉക്കാല്, മിജന്നത്ത്, ദുൽമജാസ് തുടങ്ങിയ വാർഷിക ചന്തകളിൽ നടത്തപ്പെടുന്ന കാവ്യ സദസ്സുകൾ, പരിപാടികളിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സജീവമായി പങ്കെടുത്തിരുന്നു. കവിതകളും കഥകളും മാത്രമായി ആ സദസ്സ് ചുരുങ്ങിയിരുന്നില്ല. മറിച്ച് ഖുറൈശികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മക്കയിലെ മറ്റു ഗോത്രങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങളും വാഗ്വാദങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട വിവരണങ്ങളുമൊക്കെ അവിടെ ചർച്ചകൾ ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചന്തകളിലെ കച്ചവടവും അറബികളുടെ ചരിത്രവും സാഹിത്യവും വ്യാപാരവും ഒക്കെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കച്ചവടം തൻ്റെ തൊഴിലായി സ്വീകരിച്ച ഉമർ റളിയല്ലാഹു അൻഹു മക്കയിൽ സമ്പന്നന്മാരിൽപ്പെട്ട ഒരാളായി മാറുകയാണ്. ഉഷ്ണകാലം വരുമ്പോൾ ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി യാത്ര പോകും. ശൈത്യകാലം വരുമ്പോൾ യമനിലേക്കും യാത്ര ചെയ്യും. തുടർച്ചയായുള്ള ഈ യാത്രകളിലൂടെ അന്യദേശങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നേടിയെടുക്കുകയാണ്. ഖുറൈശി പ്രമുഖരും അവരുടെ ഗോത്രങ്ങളും മറ്റു ഗോത്രങ്ങളും തമ്മിൽ യുദ്ധമോ കലഹമോ ഒക്കെ ഉണ്ടാകുമ്പോൾ മധ്യസ്ഥന്മാരായി നിയമിച്ചിരുന്നവരുടെ കൂട്ടത്തിൽ പ്രധാനിയായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. മറ്റുള്ളവരുടെ വാഗ്വാദങ്ങൾ പൊളിച്ചെടുക്കുവാനും ഖുറൈശികളുടെ മഹത്വം സ്ഥാപിക്കുവാനുമൊക്കെ വലിയ കഴിവുണ്ടായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതുവരെ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഖുറൈശികളുടെ കൂടെ കൂടിയിട്ട് ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ചിരുന്നു. മക്ക രാജ്യത്തിന് വലിയ ഒരു സ്ഥാനം അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നുവല്ലോ. കാരണം കഅബ എന്ന മഹത്തായ അള്ളാഹുവിൻ്റെ ഭവനം അവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ഇതിന് പ്രധാനമായ ഒരു കാരണം. അതിൻ്റെ പരിപാലകരായി എന്നതുകൊണ്ട് തന്നെ അറബികളുടെ ഇടയിൽ ഖുറൈശികൾക്ക് വലിയ പദവിയും ആദരവും ഉണ്ടായിരുന്നു. എന്നാൽ ഇസ്ലാം കടന്നു വരുന്നതോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനം അവിടെ ശക്തിയായി തഴച്ചു വളരുന്നതോടുകൂടെ ഇവരുടെ എല്ലാ സ്ഥാനമാനങ്ങളും നഷ്ടമാകുമെന്നുള്ളത് കൊണ്ട് ഖുറൈശികൾ മുസ്ലിമീങ്ങൾക്കെതിരെ തിരിയുവാൻ തീരുമാനിക്കുകയാണ്. ഈ വിഷയത്തിൽ ആദ്യകാലത്ത് ഉമർ റളിയല്ലാഹു അൻഹും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ദുർബലരായ മുസ്ലിം ജനവിഭാഗങ്ങളെ പീഡിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ അവർ ശ്രമിക്കുകയാണ്. ഇസ്ലാം ആശ്ലേഷിച്ചു എന്നതിൻ്റെ പേരിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ വൃത്തിയായ പെണ്ണിനെ കൈകൾ തളർന്ന് ചാട്ടവാറ താഴെ വീഴുവോളം അടിച്ച് പ്രഹരിപ്പിക്കുകയാണ്. അതിനുശേഷം ക്ഷീണിച്ച് മ്ലാനവദനായി നിൽക്കുമ്പോൾ വേദനയോടുകൂടി അടിച്ചതിൽ ഖേദിച്ചുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോഴാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വഴി കടന്നു വരികയും ആ പാവം സ്ത്രീയെ പണം കൊടുത്തുകൊണ്ട് വാങ്ങി അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നത്. മക്കയിലെ ജീവിതം ദുഷ്കരമായ സമയത്ത് പല ആളുകളും ഹബിഷയിലേക്ക് അഥവാ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മറ്റു ചില സഹാബികളും അഥവാ ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബികളിൽ ചില ആളുകൾ മാത്രം കടന്നു പോവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരി ഫാത്തിമ എന്നവർ, അവരുടെ ഭർത്താവ് സഈദ് ബിൻ സയ്യിദ് എന്നവർ, അവർ രണ്ടുപേരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. തങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്നൊക്കെ ഭീഷണി നേരിട്ടു എന്ന കാരണത്താൽ ആ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന കാര്യം മറ്റുള്ളവരിൽ നിന്ന് മറച്ചുവെക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പെങ്ങളായിട്ടുള്ള ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊടുക്കുവാൻ വേണ്ടി മഹാനായ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടെ അവരുടെ വീട്ടിലേക്ക് വന്നു പോയിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് ഖുറൈശികൾ യോഗം ചേർന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലണമെന്നുള്ള തീരുമാനമെടുക്കുന്നത്. പക്ഷേ ആ തീരുമാനം നിർവഹിക്കുവാൻ ആരാണ് മുന്നോട്ട് വരുന്നത് എന്നുള്ളതായിരുന്നു അവർക്ക് സംശയം. അതിന് യാതൊരു സംശയവുമില്ലാതെ, യാതൊരു പേടിയുമില്ലാതെ ആ ദൗത്യം ഉമർ റളിയല്ലാഹു തആല അൻഹു ഏറ്റെടുക്കുവാൻ തയ്യാറാവുകയാണ്. എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റി ആ ദൗത്യത്തിൻ്റെ നിർവഹണത്തിന് വേണ്ടി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നട്ടുച്ച സമയത്ത് അരയിൽ വാളുമണിഞ്ഞുകൊണ്ട് പുറപ്പെടുകയാണ്. മുഹമ്മദിനെ മാത്രമല്ല, അബൂബക്കറിനെയും ഹംസയെയും അലിയെയും
എല്ലാവരെയും കൊല്ലണമെന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പുറപ്പെടുന്നത്. സഫാ മലയുടെ സമീപത്തൊരു വീട്ടിൽ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന് അന്വേഷണത്തിൽ കിട്ടി. ദാറുൽ അർഖമിലുണ്ട് എന്നറിഞ്ഞു. പോകുന്ന വഴിയിൽ നുഐം ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുകയാണ്. നുഐം ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഉമർ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ മുഹമ്മദിൻ്റെ അടുത്തേക്കാണ്. മതം മാറുകയും വിവേകശാലികളായ ഖുറൈശികൾ വിഡ്ഢിത്തം ആരോപിക്കുകയും അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയും അവരുടെ മതത്തെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന മുഹമ്മദിനെ കൊല്ലണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നുഐം റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്. നുഐം എന്നവർ തിരിച്ചു മറുപടി കൊടുക്കുകയാണ്, താങ്കൾ ആദ്യം സ്വന്തം കുടുംബത്തിൽ പരിഹാരം കണ്ടിട്ട് മാത്രം മുഹമ്മദിനെ കൊല്ലുവാൻ പോയാൽ പോരെ? താങ്കളുടെ സഹോദരി ഫാത്തിമയും ഭർത്താവ് സഈദ് ബിൻ സഅദും മുഹമ്മദിൻ്റെ മതം സ്വീകരിച്ചുകൊണ്ട് മുസ്ലിമായിരിക്കുന്നു. അവർക്കെതിരിൽ ആദ്യ നടപടി സ്വീകരിച്ചിട്ട് പോരെ മുഹമ്മദിനെ കൊല്ലാൻ? രോഷാകുലനായ ഉമർ റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വിശുദ്ധമായ ഖുർആനിലെ ത്വാഹ സൂറത്ത് ഓതിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പുറത്തെത്തി എന്ന വിവരം അറിഞ്ഞപ്പോൾ വീടിൻ്റെ ഉള്ളിലൊരു മുറിയിൽ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒളിക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ തൻ്റെ കൈവശമുണ്ടായിരുന്ന ഏട് അത് മറച്ചു വെക്കുകയാണ്. വിശുദ്ധമായ ഖുർആന്റെ സൂക്തങ്ങളടങ്ങിയ ഏട് മറച്ചു വെക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ വീടിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ വിശുദ്ധമായ ഖുർആന്റെ സൂക്തങ്ങൾ തൻ്റെ കാതുകളിലേക്ക് അലയടിച്ചിരുന്നു. ഞാൻ കടന്നു വരുമ്പോൾ എന്തോ ഒന്ന് ഇവിടെ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിരുന്നു. എന്താണത്? ഞാനിവിടെ കടന്നു വരുമ്പോൾ നിങ്ങൾ എന്തോ ഓതിക്കൊണ്ടിരുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളൊന്നും ചെയ്തിരുന്നില്ല എന്ന് പറയുമ്പോൾ ആ മറുപടി തൃപ്തികരമല്ല എന്ന് തോന്നി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ സഹോദരിയുടെ ഭർത്താവായ സഈദ് എന്നവരെ നിലത്തിട്ട് മർദ്ദിക്കാൻ തുടങ്ങുകയാണ്. ഇത് കണ്ടുകൊണ്ട് മഹദിയായ ഫാത്തിമ എന്നവർ ഇടപെടുകയും ആ ഇടപെടലിൻ്റെ ഇടയിലായി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രഹരമേറ്റുകൊണ്ട് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ തലയിൽ നിന്ന് രക്തമൊഴുകുകയും ചെയ്യുകയാണ് അടികൊണ്ട്. ഇത്രയുമായപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയും സഈദ് എന്നവരും പറയുകയാണ്, അതെ, ഞങ്ങൾ രണ്ടുപേരും മുസ്ലിമായിരിക്കുന്നു. ഏക ഇലാഹായ അള്ളാഹുവിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഇനി താങ്കൾ ഉദ്ദേശിച്ചതെല്ലാം ചെയ്യാൻ കഴിയും, നിങ്ങൾ ചെയ്തോളൂ എന്നവിടുന്ന് പറയുകയാണ്. തൻ്റെ സഹോദരിയുടെ തലയിൽ നിന്ന് രക്തം വരുന്നത് കണ്ടപ്പോൾ ദുഃഖിതനായ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ പെങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ കടന്നു വരുമ്പോൾ നിങ്ങൾ വായിച്ചിരുന്ന ഒരു ഏട് അതെന്താണെങ്കിലും എനിക്കൊന്ന് തരൂ. മുഹമ്മദിന് അവതരിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന വേദഗ്രന്ഥമാണതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അത് ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ എന്ന് പറയുമ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നത്, ശുദ്ധിയുള്ളവർക്കല്ലാതെ വിശുദ്ധമായ ഖുർആൻ സ്പർശിക്കാൻ പാടില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പോയി കുളിച്ച് വൃത്തിയായി അംഗസ്നാനം ചെയ്ത് കടന്നു വന്നു. വിശുദ്ധമായ ത്വാഹ സൂറത്തിലെ ഏതാനും സൂക്തങ്ങൾ എഴുതിയ ആ ഏട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. വിശുദ്ധമായ ഖുർആന്റെ സൂക്തങ്ങൾ ഓതി നോക്കിയ ഉമർ റളിയല്ലാഹു അൻഹുവിന് അതിനോട് ബഹുമാനവും ആദരവും മതിപ്പും തോന്നുകയാണ്. ഓതിക്കഴിഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണുള്ളത് എന്ന് അറിയുവാൻ എനിക്ക് താല്പര്യമുണ്ട്, നിങ്ങൾ പറഞ്ഞു തരണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവരോട് ആവശ്യപ്പെടുകയാണ്. ഈ സംഭാഷണങ്ങൾ കേട്ടുകൊണ്ട് മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു താൻ ഒളിച്ചിരുന്ന റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്ന് പറയുകയാണ്, ഉമറേ, അങ്ങ് സന്തോഷിക്കുക, പ്രവാചകരുടെ പ്രാർത്ഥന താങ്കളിലേക്ക് മുൻകടന്നിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നലെ അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു, ഹിഷാമിൻ്റെ മകൻ അബുൽ ഹക്കമിനെയോ അല്ലെങ്കിൽ ഖത്താബിൻ്റെ മകൻ ഉമറിനെയോ രണ്ടുപേരിൽ ഒരാളെ കൊണ്ട്, നീ ഇഷ്ടപ്പെടുന്ന ഒരാളെ കൊണ്ട് ഇസ്ലാമിന് നീ ഇസ്സത്ത് നൽകണമേ നാഥ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്. അങ്ങനെയാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്.
തൻ്റെ ജീവിതം വളരെ ലളിതമാക്കാൻ ശ്രമിച്ചിരുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു മൃദുവല്ലാത്ത ഭക്ഷണമാണ് പരമാവധി കഴിച്ചിരുന്നത്. പരുക്കൻ വസ്ത്രമാണ് പരമാവധി ധരിച്ചിരുന്നത്. പലപ്പോഴും തുകൽ കൊണ്ട് കഷ്ണം വെച്ച് തുന്നിക്കൂട്ടിയ ഉടുപ്പുകളാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ധരിച്ചിരുന്നത് എന്ന് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത തീവ്രമായ നിലപാടിൻ്റെ വ്യക്തിത്വമായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. എന്തെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിൽ വിലക്കപ്പെട്ട കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ ആ ആളുകളെ മര്യാദ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ചാട്ടവാർ തൻ്റെ കൂടെ എപ്പോഴും കൊണ്ടു നടക്കുമായിരുന്നു. യാത്ര ചെയ്യുവാൻ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്ന മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ പ്രകൃതമായിട്ടുണ്ടായിരുന്ന ഗൗരവം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ചിരിക്കുക എന്നുള്ള പ്രകൃതം വളരെ കുറവായിരുന്നു. ആരുമായും യാതൊരു തമാശയും പറയുമായിരുന്നില്ല. കഫാബിൽ മൗതി വാഇളൻ യാ ഉമർ, ഓ ഉമർ, ഉപദേശകനായി മരണം മതി എന്നായിരുന്നു തൻ്റെ കൈകളിൽ അണിഞ്ഞിരുന്ന മോതിരത്തിലുണ്ടായിരുന്ന ചിത്രപ്പണി. ഒരു സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് പറയുകയാണ്, താങ്കൾ ഒരു കഠിന ഹൃദയനാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രതിവചിക്കുകയാണ്, ജനങ്ങളോടുള്ള കരുണ കൊണ്ട് എൻ്റെ ഹൃദയത്തെയും എന്നോടുള്ള ഭയം കൊണ്ട് അവരുടെ ഹൃദയത്തെയും നിറച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. തൻ്റെ ഗാംഭീര്യം കൊണ്ട് തന്നെ പരിചയമില്ലാത്ത ആളുകളെക്കാൾ പരിചയമുള്ള ആളുകൾക്ക് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ഭയമുണ്ടായിരുന്നത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ. ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിമാരിൽ കുറേ ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് പിന്നിലായി നടന്നു പോവുകയായിരുന്നു. ഇടയ്ക്ക് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ഇത് കണ്ടപ്പോഴേക്ക് പിന്നിലുണ്ടായിരുന്ന സഹാബികളിൽ ചില ആളുകളുടെ കാൽമുട്ടുകൾ വിറയ്ക്കുന്നതായി തോന്നി. അവർ പേടിച്ചുപോയി. മറ്റൊരു സമയത്ത് മുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് തൊണ്ട അനയ്ക്കുകയാണ്, ഒന്ന് ചുമയ്ക്കുകയാണ്. ആ സമയത്ത് മുടി വെട്ടാൻ വേണ്ടി വന്ന ആൾ, ആ പാവപ്പെട്ട മനുഷ്യൻ ബോധം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ വെപ്രാളത്തിലായിപ്പോയി. അയാളെ സമാധാനിപ്പിച്ച് 40 ദിർഹം നൽകി സന്തോഷിപ്പിച്ച ശേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു വിട്ടത്. അത്രയും ഗാംഭീര്യത്തിൻ്റെ വ്യക്തിയായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. തൻ്റെ 63-ാമത്തെ വയസ്സിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു, വഫാത്തായി. തൻ്റെ 63-ാമത്തെ വയസ്സിലാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. 9 ആൺമക്കളും 4 പെൺമക്കളും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. ഇസ്ലാമിന് മുമ്പും ശേഷവുമായി 9 സ്ത്രീകളെയാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തിരുന്നത്. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും ഹിജറ പോകുവാൻ അനുവാദം കിട്ടുമ്പോൾ മദീനയിലേക്ക് കടന്നുപോയിട്ടുണ്ടായിരുന്ന സഹാബത്തിൽ ആദ്യത്തെ വ്യക്തികളുടെ കൂടെയാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഉള്ളത്. ബറാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന അവ്വലു മൻ ഖദിമൽ മദീന മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ആദ്യമായി മദീനയിലേക്ക് കടന്നുപോയ ആളുകളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പറയുകയാണ്, ആദ്യമായി പോയ ആൾ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്. ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, പിന്നെ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ആണ്. സുമ്മ ഖദിമ ബിലാൽ വസഅദ് വഅമ്മാർ ഇബ്നു യാസിർ. ഇവരെല്ലാവരും കടന്നുപോയി. ബിലാൽ റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. സുമ്മ ഖദിമ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇവർക്ക് ശേഷമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെല്ലുന്നത്. അഥവാ ആദ്യം കടന്നുപോയ 20 പേരുടെ കൂട്ടത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്നർത്ഥം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പല കാര്യങ്ങളും വിശുദ്ധമായ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് സൂക്തങ്ങൾ ഇറക്കിയതായി കാണാൻ കഴിയും. മഹാനുഭാവൻ അവിടുന്ന് പറയുകയാണ്, വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു തൻ്റെ മകനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും. അൻ ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല വാഫഖ്തു റബ്ബി അസ്സ വജല്ല ഫീ 3 ഫിൽ ഹിജാബ് വഫിൽ അസാറ വഫീ മഖാമി ഇബ്രാഹിം. 3 കാര്യങ്ങളിൽ ഞാൻ എൻ്റെ റബ്ബിനോട് യോജിച്ചിട്ടുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒന്ന് ഹിജാബിൻ്റെ വിഷയമാണ്.
മുഖമക്കന ധരിക്കുന്നതിൻ്റെ വിഷയമാണ്. സ്ത്രീകൾക്ക് ഹിജാബ് നിർബന്ധമാകുന്ന വിഷയമാണ്. രണ്ടാമത്തത് ബന്ദികളായിട്ടുള്ള ആളുകളെക്കുറിച്ചുള്ള വിശുദ്ധമായ ഖുർആൻ്റെ പരാമർശമാണ്. മൂന്നാമത്തേത് മഖാമു ഇബ്രാഹിം എന്ന പ്രത്യേകമായ ആ സ്ഥലത്ത് നിസ്കരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്ന വിശുദ്ധമായ ഖുർആൻ അവതീർണമാകുവാനുണ്ടായ കാര്യമാണ്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാഫഖ്തു റബ്ബി അസ്സ വജല്ല ഫീ സലാസ് ഖുൽതു യാ റസൂലല്ലാഹ് ലൗ ഇത്തഖദ്നാ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല ഫനസലത് വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. ഞാൻ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, നബിയെ, നമുക്ക് മഖാമു ഇബ്രാഹിം എന്ന പ്രത്യേകമായ ആ സ്ഥലം നമുക്ക് നിസ്കരിക്കുവാൻ പ്രത്യേകമായ ഒരിടമാക്കി മാറ്റിക്കൂടായിരുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് വിശുദ്ധമായ ഖുർആൻ സൂക്തമിറങ്ങി, വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല, നിങ്ങൾ മഖാമു ഇബ്രാഹിം നിസ്കരിക്കുവാനുള്ള പ്രത്യേക ഇടമാക്കി മാറ്റണം എന്ന് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങുകയാണ്. അതുപോലെ ഞാൻ വീണ്ടും പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന നിസാഅക യദ്ഖുലു അലൈഹിന്നൽ ബർറു വൽ ഫാജിർ ഫലൗ അമർതഹുന്ന അൻ യഹ്തജ്ബന ഫനസലത് ആയത്തുൽ ഹിജാബ്. നബിയെ, അങ്ങയുടെ ഭാര്യമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ അങ്ങയുടെ ഭാര്യമാരുടെ അടുത്തേക്ക് തെമ്മാടികളായിട്ടുള്ള ആളുകൾ പക്ഷേ കടന്നു വരാം. നല്ല ആളുകൾ കടന്നു വരുന്നുണ്ട്, അതുപോലെ തെമ്മാടികളും കടന്നു വരാം. അതുകൊണ്ട് അവരോട് അങ്ങ് ഹിജാബുമായി ബന്ധപ്പെട്ട് അങ്ങ് സംസാരിച്ചുകൂടെ നബിയെ? അങ്ങ് അവരോട് ഹിജാബ് ധരിക്കുവാൻ കൽപ്പിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുമ്പോഴാണ് ഹിജാബിൻ്റെ ആയത്ത് അവിടുന്ന് ഇറങ്ങുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗാംഭീര്യം കാരണത്താൽ ശൈത്താൻ പോലും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കടക്കുന്ന വഴിയിൽ നിന്ന് മാറിപ്പോയിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവത്തിൽ പറയുകയാണ്, ഖാല ഇസ്തഅദന ഉമർ അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി അനുവാദം ചോദിക്കുകയാണ്. വഇൻദഹു നിസാഉ മിൻ ഖുറൈശ് യുകല്ലിംനഹു. റസൂലുള്ളാഹിൻ്റെ അടുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളിൽപ്പെട്ട കുറച്ച് സ്ത്രീകൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത് സംസാരിക്കുവാൻ വന്ന സമയത്താണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരാൻ അനുവാദം ചോദിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്നത്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു വരുന്നു എന്ന് കണ്ടപ്പോൾ ഹിജാബ്, അവർ മറയുടെ പിന്നിലേക്ക് ഓടി ഒളിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് കടന്നു വരാൻ അനുവാദം കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഹഖു, നബി തങ്ങൾ ചിരിക്കുകയാണ്. നബി തങ്ങൾ ചിരിക്കുന്ന കാഴ്ചയാണ് ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഫഖാല ഉമർ അൽഹഖല്ലാഹു സിന്നക യാ റസൂലല്ലാഹ്, നബിയെ, അങ്ങേക്ക് ഇനിയും ഒരുപാട് കാലം ചിരിക്കുവാനുള്ള അവസരം അല്ലാഹു നൽകട്ടെ നബിയെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു, അജിബ്തു മിൻ ഹൗലാഇ അല്ലാതി കുന്ന ഇൻദി ലമ്മാ സമിഅന സൗതക് ഇബ്തദർനൽ ഹിജാബ്. റസൂലുള്ളാഹി അവിടുന്ന് പറയുകയാണ്, ഉമറെ, താങ്കൾ കടന്നു വന്നപ്പോൾ എൻ്റെ അടുത്ത് ഖുറൈശികളിൽ നിന്നുള്ള ചില സ്ത്രീകൾ എൻ്റെ അടുത്ത് സംസാരിക്കുവാൻ വന്നതായിരുന്നു. നിങ്ങൾ വന്നു എന്ന് കണ്ടപ്പോൾ അവർ മറയുടെ പിന്നിലേക്ക് ഒളിച്ചു പോയി എന്ന് കണ്ടപ്പോൾ അതെനിക്ക് വലിയ അത്ഭുതമായി തോന്നി ഉമറെ എന്നവിടുന്ന് റസൂലുള്ളാഹി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅൻത കുൻത അഹഖു അൻ യഹബന, നബിയെ, അങ്ങാണ് അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടാനും പേടിക്കുവാനും അർഹനായിട്ടുള്ളത് നബിയെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അങ്ങനെയുള്ള പ്രവാചകൻ്റെ അടുത്തു നിന്ന് ഞാൻ വന്നപ്പോൾ എന്തിനാണ് നിങ്ങൾ ഓടി ഒളിക്കുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ ആ സ്ത്രീകൾ കൊടുക്കുന്ന മറുപടി, അതേ, അങ്ങ് അന്ത അഗ്ലളു വഅഫളു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ പ്രവാചകനേക്കാൾ പരുഷ സ്വഭാവക്കാരനാണ്. നബി തങ്ങൾ വളരെ ലോലഹൃദയനും വളരെ നൈർമല്യത്തിൻ്റെ ഉടമയുമായിരുന്നുവല്ലോ. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു
ഗാംഭീര്യത്തിൻ്റെ ഉടമയായിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലദീ നഫ്സി ബിയദിഹി മാ ലഖിയക ശൈത്താനു ഖത്തു സാലികൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക്. ഉമറേ, ശൈത്താൻ അങ്ങയെ ഒരു വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയാൽ ഒരിക്കലും ശൈത്താൻ ആ വഴിയിൽ പിന്നെ തുടർന്നു പോവുകയില്ല. അങ്ങ് കടന്ന വഴിയിൽ ശൈത്താൻ പിന്നെ കടന്നു പോകാൻ സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞത്, ഉമർ ഇബ്നുൽ ഖത്താബ് സിറാജു അഹ്ലിൽ ജന്ന, സ്വർഗീയ അവകാശികളിൽ സ്വർഗത്തിൻ്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ വിളക്കാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നാണ്. സത്യാസത്യ വിവേചകൻ എന്ന അർത്ഥം വരുന്ന ഫാറൂഖ് എന്ന പേര് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. ആ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ ജഅലൽ ഹഖ്ഖ അലാ ലിസാനി ഉമർ വ ഖൽബി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീർച്ചയായും ഉമറിൻ്റെ നാവിലൂടെ ഖൽബിലൂടെ സത്യത്തെ നിർണയിച്ചിരിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ മുസ്ലിമായ സ്വഹാബത്തിൻ്റെ ഹൃദയത്തിലെ ഈമാനിൻ്റെ കട്ടിയും അതിൻ്റെ ഉറപ്പും വളരെ വലുതായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. അതിലേറ്റവും ദൃഢചിത്തനായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി അവിടുന്ന് പറയുകയാണ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷദ്ദു ഉമ്മത്തി ഫി അംരില്ലാഹി ഉമർ. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും ദൃഢചിത്തനായിട്ടുള്ളത്, ഏറ്റവും ശക്തിമത്തായ മനുഷ്യൻ അത് ഉമർ ഇബ്നുൽ ഖത്താബാണ് റളിയല്ലാഹു അൻഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉമർ കോപിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിന് ആ വിഷയത്തിൽ ഒരു കോപമുണ്ടാകും എന്നും റസൂലുള്ളാഹി അവിടുന്ന് പറയുകയാണ്. ഇത്തഖൂ ഗളബ ഉമർ ഫഇന്നല്ലാഹ യഗ്ളിബു ഇദാ ഗളബ്. ഉമർ കോപിക്കുകയാണ് എങ്കിൽ അള്ളാഹു കോപിക്കും, അതുകൊണ്ട് ഉമറിൻ്റെ കോപത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ അവിടുന്ന് പറയുകയാണ്. മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, യാ അമ്മാർ അതാനി ജിബ്രീൽ അലൈഹിസ്സലാം ആനിഫൻ ഫഖുൽതു ലഹു യാ ജിബ്രീൽ ഹദ്ദിസ്നി ബിഫളാഇലി ഉമർ ഇബ്നുൽ ഖത്താബ് ഫിസ്സമാ. അമ്മാറെ, എൻ്റെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിരുന്നു കുറച്ചു മുമ്പ്. ആ സമയത്ത് ഞാൻ ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീൽ, എനിക്ക് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ ഫളായിലുകളെക്കുറിച്ച്, മഹത്വങ്ങളെക്കുറിച്ച് അങ്ങ് പറഞ്ഞു തരണമെന്ന് പറയുമ്പോൾ അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഫഖാല യാ മുഹമ്മദ് ലൗ ഹദ്ദസ്തുക ബിഫളാഇലി ഉമറ ഫിസ്സമാഇ മിസ്ല മാ ലബിസ നൂഹുൻ ഫീ ഖൗമിഹി അൽഫ സന ഇല്ലാ 50 ആമ മാ നഫിദ്തു ഫളാഇല ഉമർ. അല്ലയോ പ്രവാചകരെ, ഞാൻ ഉമറിൻ്റെ ഫളായിലുകൾ, ഉമറിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് അങ്ങയോട് പറയുവാൻ നിന്നാൽ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തിൽ ജീവിച്ചു തീർത്ത അത്രയും വർഷം, അത്രയും കാലം, 950 വർഷത്തോളം ഞാൻ പറഞ്ഞാലും ഒരിക്കലും ഉമറിൻ്റെ ഫളായിൽ തീരുകയില്ല നബിയെ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് മറുപടി പറഞ്ഞതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞുവെന്ന് മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നിടത്ത് അലി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ കഴിയും, ഖാല ബൈനനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന മഅഹു ഫിൽ മസ്ജിദ് ലൈസ മഅനാ സാലിസുൻ ഇദ് അഖ്ബല അബൂബക്കർ വഉമർ കുല്ലു വാഹിദ് മിൻഹുമാ ആഖിദുൻ ബിയദി സാഹിബിഹി ഫഖാല യാ അലി ഹാദാനി സയ്യിദാ കുഹൂലി അഹ്ലിൽ ജന്ന. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തുണ്ടായിരിക്കുമ്പോൾ, പള്ളിയിലിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ മൂന്നാമനൊരാളില്ല, ഞാൻ റസൂലുള്ളാഹി മാത്രമേ ഉള്ളൂ. ഞാൻ റസൂലുള്ളാഹിൻ്റെ കൂടെയുണ്ട്, മൂന്നാമത് വേറെ ഒരാളുമില്ല. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വരികയാണ്.
അത് കണ്ട മാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യാ അലി ഹാദാനി സയ്യിദാ കുഹൂലി അഹ്ലിൽ ജന്ന, സ്വർഗീയ അവകാശികളുടെ കൂട്ടത്തിൽ മധ്യവയസ്കന്മാരായിട്ടുള്ള ആളുകളുടെ നേതാക്കന്മാരാണ് ഈ വരുന്ന രണ്ടുപേർ. മിമ്മൻ മളാ മിനൽ അവ്വലീന വൽ ആഖിരീൻ മാ ഖലൻ നബിയ്യീന വൽ മുർസലീൻ. പ്രവാചകന്മാർ മുർസലീങ്ങളൊക്കെ ഒഴികെ, അവർ ഒഴികെ മുൻകഴിഞ്ഞു പോയ ആളുകൾ, മുൻകാലക്കാർ, ശേഷം വരാനുള്ള ആളുകൾ, അവരുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ സ്വർഗത്തിൻ്റെ അവകാശികളിൽ ഇവർ രണ്ടുപേർ നേതാക്കന്മാരാണ് എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. യാ അലി ലാ തുഖ്ബിർഹുമാ ബിദാലിക ഫമാ അഖ്ബർതുഹുമാ ഹത്താ മാത. എന്നോട് ഇത് നിങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കുവാൻ പാടില്ല എന്നും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അവർ മരിക്കുന്നതുവരെ. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വലൗ കാന ഹയ്യൈനി മാ അഖ്ബർതു ബിഹാദൽ ഹദീസ് അഹദ. അവർ ഇപ്പോൾ ജീവിച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ ഞാനിത് ആരോടും പറയുമായിരുന്നില്ല, അവർ മരണപ്പെട്ടത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു രണ്ടുപേരുടെയും മരണശേഷം അവിടുന്ന് പറയുന്നതായി കാണാൻ കഴിയും. മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാൻ കഴിയുന്ന മറ്റൊരു ഹദീസ്, റസൂലുള്ളാഹി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലീ വസീറാനി മിൻ അഹ്ലി സമാ ജിബ്രീൽ വമീകായിൽ വവസീറാനി മിൻ അഹ്ലിൽ അർദ് അബൂബക്കർ വഉമർ. എനിക്ക് രണ്ട് മന്ത്രിമാർ ആകാശ ലോകത്തുണ്ട്, അവർ രണ്ടുപേർ, ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, മറ്റൊന്ന് മീകായിൽ അലൈഹിസ്സലാമാണ്. എനിക്ക് ഭൂമിയിൽ രണ്ട് മന്ത്രിമാരുണ്ട്, അതൊന്ന് അബൂബക്കറാണ്, മറ്റൊന്ന് ഉമറാണ് റളിയല്ലാഹു അൻഹുമാ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉപമകളെക്കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാൻ കഴിയും. ഖാല ലി അബീ ബക്കർ വ ഉമർ. റസൂലുള്ളാഹി തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലാ ഉഖ്ബിറുകുമാ ബിമസലികുമാ ഫിൽ മലായിക. അബൂബക്കറെ, ഉമറെ, നിങ്ങൾ രണ്ടുപേരുടെയും ഉപമകളെക്കുറിച്ച്, മലായിക്കത്തിൻ്റെ ഇടയിലുള്ള ഉപമകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ? മസലിക്കുമാ ഫിൽ അംബിയാ, അംബിയാക്കൾക്കിടയിലുള്ള നിങ്ങളുടെ ഉപമകളെക്കുറിച്ചും പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിക്കുകയാണ്. മസലുകയ അബാബക്കർ ഫിൽ മലായിക മസലു മീകായിൽ അലൈഹിസ്സലാം. അബൂബക്കർ, താങ്കൾ മലായിക്കത്തിൻ്റെ കൂട്ടത്തിൽ മീകായിലിനെ പോലെയാണ്. യൻസിൽ ബിർ റഹ്മ, മലായിക്കത്തുകളുടെ കൂട്ടത്തിൽ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തോടുകൂടി, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഒരു കാരണമായ, അതിൻ്റെ ഒരു തെളിവായ മഴയെ അള്ളാഹു ലോകത്തേക്ക് വർഷിപ്പിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഏൽപ്പിച്ചിട്ടുള്ളത് മീകായിലിനെയാണ്. വമസലുക ഫിൽ അംബിയാ മസലു ഇബ്രാഹിം അലൈഹിസ്സലാം. താങ്കൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ ഇബ്രാഹിം നബിയെ പോലെയാണ്. ഖാല ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പ്രബോധന ദൗത്യ കാലയളവിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തോട് പറഞ്ഞത്, അള്ളാഹുവെ, ആരെങ്കിലും അവരുടെ കൂട്ടത്തിൽ നിന്ന് എന്നെ പിൻപറ്റിയാൽ അവർ എന്നിൽപ്പെട്ടവരാണ്, ആരെങ്കിലും എന്നോട് എതിര് പ്രവർത്തിച്ചാൽ അള്ളാഹുവെ, അങ്ങ് അവർക്ക് പുറത്തു കൊടുക്കണമേ. അള്ളാഹുവിനോട് പറയുകയാണ്, നീ അവർക്ക് പുറത്തു കൊടുക്കണമേ തമ്പുരാനെ എന്നു പറഞ്ഞ ഇബ്രാഹിം നബിയെ പോലെയാണ് അബൂബക്കർ താങ്കൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മസലുകയ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയുകയാണ്, ഉമർ, താങ്കളുടെ ഉപമ എന്നുള്ളത് ഫിൽ മലായിക, മലക്കുകളുടെ കൂട്ടത്തിൽ മസലു ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീലിനെ പോലെയാണ്. ഇൻസിലു ബിശ്ശിദ്ദ വൽ ബഅസ് വന്നിഖ്മതി അലാ അഅദാഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിലേക്ക് കടന്നു പോകുമ്പോൾ അവിടുത്തെ കുട്ടികളെ കൊണ്ടുപോലും അവർ കല്ലെറിയിച്ച് പ്രവാചകൻ്റെ കാൽമുട്ട് പൊട്ടി രക്തമൊലിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നബിയെ, ഈ കാണുന്ന പർവ്വതം ഇവരുടെ മേലേക്ക് ഞാൻ ഇടട്ടെയോ എന്ന്. അള്ളാഹുവിൻ്റെ ദീനിനെതിരായി കടന്നു വരുന്ന ആളുകളോട്, അവരോട് വളരെ കാഠിന്യത്തോടുകൂടി പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതുപോലെയാണ് ഉമർ അങ്ങ്.
വമസലുക ഫിൽ അംബിയാ, അംബിയാക്കളുടെ കൂട്ടത്തിൽ അങ്ങ് ആരെ പോലെയാണെന്നറിയുമോ? മസലു നൂഹിൻ അലൈഹിസ്സലാം, നൂഹ് നബിയെ പോലെയാണ്. നൂഹ് നബി എന്താണ് പറഞ്ഞത്? 950 വർഷ കാലഘട്ടത്തോളം പ്രവാചകനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനതയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ കടന്നു വന്നു. അവിടുന്ന് തയ്യാറായി. അവിടുന്ന് ഒരുപാട് ആളുകളൊന്നും കടന്നു വരുന്നില്ല എന്ന് കണ്ടപ്പോൾ തൻ്റെ പ്രബോധനത്തിൻ്റെ കാലയളവിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു പോകേണ്ടി വന്ന സന്ദർഭത്തിൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, ഖാല റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരിന ദയ്യാറ, അല്ലാഹുവേ കുഫറിൻ്റെ ആളുകളെ ഈ ഭൂമി ലോകത്ത് നീ ഒരിക്കലും ബാക്കി വെക്കരുതേ തമ്പുരാനെ എന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെയാണ് ഉമർ, താങ്കൾ അള്ളാഹുവിൻ്റെയും ഇസ്ലാമിൻ്റെയും തിരുദൂതരുടെയും ശത്രുക്കൾക്കെതിരെ ശക്തിയോടുകൂടി അങ്ങ് ഇടപെടാറുണ്ട്. അതുകൊണ്ട് അങ്ങ് അവരെ പോലെയാണ്. മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലാ യുഹിബ്ബു അബാ ബക്കറിൻ വ ഉമറ മുനാഫിഖുൻ വലാ യുബ്ഗിളുഹുമാ മുഅ്മിൻ. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, അബൂബക്കറിനെയും ഉമറിനെയും ഒരിക്കലും മുനാഫിക്കുകൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയുകയില്ല, അവരെ ഒരു മുഅ്മിനായ മനുഷ്യനും വെറുക്കാനും കഴിയുകയില്ല എന്ന്. ധീരതയുടെ പര്യായമായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്ന വിവരം ആളുകൾ പറഞ്ഞു കേൾക്കുമ്പോൾ റസൂലുള്ളാഹിനെ കണ്ടിട്ട് പോലും അവിടുന്ന് വിശ്വാസം വരാതെ, പ്രവാചകൻ മരിച്ചു എന്ന വാർത്ത അവിടുന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ കൈകാലുകൾ ഞാൻ മുറിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് റസൂലുള്ളാഹിനോടുള്ള അതിയായ സ്നേഹവും കരുതലും കാരണത്താൽ പ്രവാചകന്റെ വിയോഗം പോലും ഉൾക്കൊള്ളാൻ കഴിയാതെ നിന്നിരുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശക്തനായിരുന്നു. പക്ഷേ പ്രവാചകൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വഫാത്തായി എന്ന് കേട്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകളാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ സ്വബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്ന് കാണാൻ കഴിയും. അള്ളാഹു മഹാനുഭാവൻ്റെ കൂടെ നമുക്കേവർക്കും സുഖലോക സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂടുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ, മറ്റു വിഷയങ്ങൾ നമുക്കടുത്ത ഭാഗത്ത് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമദാൻ മാസം നമുക്ക് അനുകൂലമാക്കി നൽകട്ടെ. നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹു പരിശുദ്ധ റമദാൻ്റെ പൗരുഷ കൊണ്ട് അതൊക്കെ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أصحاب رسول الله رجال عشرة خير الناس بعد الرسل كرام بررة أبو بكر عمر وعثمان وعلي وسعيد وسعد طلحة والزبير وعامر وابن العوف تمام العشرة.